വീണ്ടും റോമാലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. മറുക്കുന്നവർ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ അഥവാ ഭരിക്കുന്നവർ സൽപ്രവർത്തിക്കല്ല, ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. ഇതൊന്ന് ഭേദഗതി ചെയ്ത് ഞാൻ വായിക്കട്ടെ. ഭരിക്കുന്നവർ ഭയങ്കരന്മാരായി തോന്നുന്നത്, അതായത് ഭരിക്കുന്നവർ വളരെ കഠിനവും ക്രൂരവുമായിട്ട് ഇടപെടുന്നത് സൽപ്രവൃത്തിക്കാരോടല്ല, ദുഷ്പ്രവൃത്തിക്കാരോടാണ്. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താൽ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. ആ വാളെന്നുള്ളിടത്ത് തോക്കെന്നാക്കിയാൽ മതി. 2000 വർഷം മുമ്പല്ലേ ഈ ട്രാൻസ്ലേഷൻ. അന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു പട്ടാളക്കാരൻ, ഒരു പോലീസുകാരൻ ഒരു വാളുമായി നിൽക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ പേടിച്ചു വിറയ്ക്കും. കുട്ടികളല്ലേ, എല്ലാവരും പേടിക്കും. ഇന്ന് ആ സ്ഥാനത്ത് തോക്കാണ്. പട്ടാളത്തിൽ നിന്നൊക്കെ വിരമിച്ചവർ ബാങ്കിൽ നിൽപ്പുണ്ട്, തോക്കും പിടിച്ചു. ബാങ്കിൽ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം തോക്കും പിടിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം. എയർപോർട്ടിൽ ചെന്നാൽ കാണാം, എയർപോർട്ടിന്റെ വാതിക്കലെല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ പേടിയാണോ? അറിവുള്ളവർക്ക് പേടിയില്ല, അറിവ് കുറഞ്ഞവർക്കും കുട്ടികൾക്കും ഭയം ഉണ്ടാവും. തിരുവെഴുത്ത് പറയുകയാണ്, ഇത് ചുവന്നുകൊണ്ട് നിൽക്കുന്ന അത്ര സുഖമുള്ള പണിയൊന്നുമല്ല. എത്ര വെയിറ്റ് കിലോ ഉണ്ടെന്നറിയാവും. അവൻ ഇതെന്തിനാ ചുമക്കുന്നത്? അവനൊരു ജോലി ചെയ്യുന്നു, അവൻ അതിൻ്റെ ശമ്പളം കിട്ടും. അതിനേക്കാൾ കൂടുതൽ ശമ്പളം നമ്മളിൽ പലർക്കും കാണും. അവനത് പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മളെ സംരക്ഷിക്കാനാ. നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ സംരക്ഷിക്കാനാ. അവൻ ശിക്ഷിക്കുന്ന ആരെയാ? നമ്മുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഒരുത്തന് ഓടുകയാണെങ്കിൽ അവനെയാ ശിക്ഷിക്കുന്നത്. നമ്മൾ കയറാൻ പോണ വിമാനത്തിന് എന്തെങ്കിലും ദുരന്തം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് തോന്നിയാൽ അവനെ കൈകാര്യം ചെയ്യാനാണ് ഈ തോക്ക്. വിമാനത്താവളം കേന്ദ്രീകരിച്ചാണല്ലോ പലപ്പോഴും ഇപ്പൊ പല 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 തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടുകളിലെല്ലാം അതീവ സുരക്ഷ ആണ്. ഇവരെല്ലാം തീവ്രതയേറിയ ആയുധങ്ങൾ പിടിച്ചാണ് നിൽക്കുന്നത്. അതിശക്തിയുള്ള ആയുധങ്ങൾ പിടിച്ചാണ് നിൽക്കുന്നത്. ആയുധം കണ്ടാ പേടി തോന്നും. കാരണം ഒരു വിരൽ തൊട്ടാ മതി, മരണം ഉറപ്പാണ്. ദൈവവചനം പറയുകയാണ്, അവൻ ഇത് ചുമന്നുകൊണ്ട് നിൽക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നമ്മളറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാവും? നമ്മുടെ തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാവും? നമ്മുടെ അതിർത്തിയിൽ പട്ടാളക്കാർ മഞ്ഞും വെയിലും കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ്. പട്ടാളത്തിലേക്ക് ആളുകളെ എടുക്കുന്നത് 20 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോഴാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 or 3 പേര് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 8 or 10 പേര് പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം 2 പേര് പോയിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ്റെ മക്കൾ. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ പ്രായത്തിൽ അവർ പോണത്. 20 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു വരാം, അവർക്ക് പെൻഷൻ കിട്ടും, അവർക്ക് മറ്റൊരു സ്ഥലത്ത് ജോലി കയറാം,
ഇതെല്ലാം ഈ സേവനത്തിൻ്റെ ഗുണമാണ്. പക്ഷേ ആ സേവന കാലം ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ തോക്കും ചുമന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളും നമ്മുടെ മക്കളും സമാധാനമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഒരു രാജ്യം സ്വതന്ത്ര രാജ്യമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സ്വാതന്ത്ര്യമുള്ളത്. അല്ലെ നമ്മൾ അടിമകളായി പോവുകയില്ലേ? അപ്പോൾ നമ്മുടെ ഭരണകർത്താക്കളും അവർ നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. നാം ഈ നാട്ടിലെ പൗരന്മാരും കൂടെ ആണെന്ന് മറക്കണ്ട. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.